നമസ്കാരം. ഇപ്പോൾ കിട്ടിയ വാർത്ത വയനാട്ടിലെ ദുരന്തമുഖത്ത് നിന്ന് കാണാതായ തന്റെ പ്രിയപ്പെട്ടവരെ തിരഞ്ഞ് രൂപയുടെ കുടുംബം. രൂപ പറഞ്ഞത് പ്രകാരം കാണാതായി തിരച്ചിൽ നടക്കുന്നവരുടെ കൂടെ തങ്ങളുടെ ബന്ധുക്കളുടെ പേര് ഇല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. തനിമല സുരക്ഷിതരായി മാറ്റി പാർപ്പിച്ചിരിക്കുന്നവരുടെ ഒപ്പവും അവരുടെ പേരുകളില്ല. രൂപയുടെ വാക്കുകളിലേക്ക്. രൂപ, ഞാൻ MGTV എന്നാണ് വിളിക്കുന്നത്. രൂപയുടെ കുറച്ച് റിലേറ്റീവ്സിന്റെ അറിവുകളില്ല എന്ന് പറഞ്ഞില്ലായിരുന്നോ? അതെ, സിദ്ധരാജു. ഓക്കെ. ശിവയ്യ, ഗുരുമല്ലയ്യ, അവരുടെ ഫാമിലിയാണ് സർ. ഓക്കെ. അവരിപ്പം നിലവിൽ അവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയാ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നേ? അവരുടെ പേര് ഇപ്പം ലിജിനെ വിളിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞു, കാണാതെ പോയവരുടെ ലിസ്റ്റിൽ അവരുടെ പേരില്ല, പക്ഷെ അവരെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അവരെ വീടൊക്കെ ഒലിച്ചു പോയി എന്നാണ് കേട്ടത്. ആണല്ലേ? അല്ല, അവരെ അറിയാവുന്നവരെ നമ്പർ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചില്ലേ? ശ്രമിച്ചു. അപ്പം അവരും വിവരം കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. അവരുടെ പേരും ഈ ലിസ്റ്റിലില്ല അല്ലേ? ഇല്ല. ഓക്കെ. ബാക്കി അവര് നമ്മൾ സുരക്ഷിതമായിട്ട് മാറ്റി പാർപ്പിച്ചവരൊക്കെ എവിടെയുള്ള അവരെ അങ്ങോട്ടുള്ള കോണ്ടാക്ട് ചെയ്യാനൊന്നും നിങ്ങൾ ശ്രമിച്ചില്ലേ? അങ്ങോട്ടൊന്നും കിട്ടിയിട്ടില്ല സാർ. അപ്പൊ അവിടെ എത്തിയിട്ടില്ല. അവർ ശ്രമിക്കാഞ്ഞിട്ടാണോ, കോണ്ടാക്ട് ചെയ്യാഞ്ഞിട്ടാണോ, അതോ? അവിടെ ഇല്ലാന്നാ പറയുന്നത്. ഇനിയിപ്പോ എവിടെ മാറ്റി പാർപ്പിച്ച അവിടെ നിന്നോ അറിയില്ല. പോയിക്കണ ഏട്ടനോ അനിയനൊക്കെ എവിടെയാ ഉള്ളത്. അവരെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആയിട്ട് അവരെ കിട്ടുന്നില്ല. ഇതുപോലെ കുടുങ്ങിക്കിടക്കുന്നവർ നിരവധിയുണ്ടെന്നും മരണസംഖ്യ ഉയരുന്നു എന്നുള്ളതും ഒരു തീരാ നോവായി മാറുന്നു. വീണ്ടും ഉരുൾപൊട്ടിയത് കൂടുതൽ ആശങ്കകൾക്ക് വഴിതെളിക്കുന്നു. ഇനിയും കൂടുതൽ അനർത്ഥങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നു. ദുരന്തമുഖത്ത് സങ്കടപ്പെടുന്നവർക്കും തങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി തിരച്ചിൽ നടത്തുന്നവർക്ക് വേണ്ടിയും നമുക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്നത് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണ്.